അപ്പോൾ ഇത്രയും നാൾ ചെയ്തതെന്ന് ഏറ്റവും വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്ത് തോന്നുന്നു ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ? എനിക്ക് ഓഡിയൻസിൻ്റെ റെസ്പോൺസ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. എല്ലാവരും ഇത് തന്നെയാണ് പറഞ്ഞത്. ശിവധനെ ഇതുവരെ കണ്ടതിൽ നിന്നും മലയാളത്തിൽ ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നുമെന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷം. അല്ല, നല്ല ഇമോഷൻസും ഹാപ്പിനെസ്സും ആ കുഞ്ഞിൻ്റെ ആ കൂടെ ഒരു അമ്മ എല്ലാ രീതിയിലും ഒരു നല്ലൊരു അടിപൊളി ക്യാരക്ടറാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ പറയത്തില്ലേ എന്താ, സ്ത്രീകളാണല്ലോ അതിനകത്തൊരു. അപ്പം അതിനെക്കുറിച്ച് എന്താ തോന്നി? ഇതൊരു കൂടെ പറയാമല്ലോ. സ്പോയിലർ നമ്മൾ തന്നെ കൊടുക്കണോ? സ്പോയിലേഴ്സ് ഇല്ല, എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പല വീട്ടിലും നടക്കുന്നതാണ്. ആരും പറയാൻ ധൈര്യപ്പെടാറില്ല. കാരണം ഇപ്പോൾ കണ്ടിറങ്ങിയ ഒരാളുടെ അനുഭവം പറഞ്ഞു, എൻ്റെ വീട്ടിലുണ്ടായിട്ട് ഹസ്ബൻഡ് ഒരു വിളക്ക് വെച്ച് തലവണ്ടയ്ക്ക് അടിച്ചിട്ട് ഇറങ്ങി വന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വേറൊരാളും പറഞ്ഞു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നതെന്ന്. അപ്പോൾ നമ്മൾ തന്നെയായിരുന്നു ആദ്യമേ പറഞ്ഞിരുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ട്രൂ ഇൻസിഡൻറ്റ്. ബാക്കിയുള്ളത് നമ്മുടെ ഇമാജിനേഷൻ എന്നാണ് പറഞ്ഞത്. പക്ഷെ പലർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ എല്ലാ വീട്ടിലും ഒരു സീക്രട്ട് ഹോം ആണ്. ഉണ്ടാകാം. ഇപ്പൊ നെക്സ്റ്റ് മന്ത് തമിഴിൽ റിലീസ് ആകാൻ പോകുന്നു. ഗരുഡൻ എന്ന് പറഞ്ഞിട്ട് വെറ്റിമാരൻ സാറിന്റെ സ്റ്റോറിയിൽ ദുരൈ സാറിന്റെ ഡയറക്ഷൻ, സൂരി സാർ, ശശികുമാർ സാർ, ഉണ്ണി മുകുന്ദനൊക്കെ ഉള്ളൊരു മൂവി. എല്ലാം അടിപൊളി. അപ്പോൾ എന്തായാലും ഇനി വരുന്ന പ്രോജക്ട്സ് ഇതുപോലെ എൻ്റലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇനിയും ചെയ്യാൻ പറ്റട്ടെ. പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാവും കാണാത്ത ആൾക്കാർ. കാരണം ഇന്ന് റിലീസായിട്ടുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കണ്ടിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം. താങ്ക് യു. നമസ്കാരം. അപ്പോൾ ഇന്നൊരു അടിപൊളി സിനിമ നമുക്കെല്ലാവരും പ്രേക്ഷകർക്കായിട്ട് നൽകിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് ഫീൽ ചെയ്യുന്നത്? വലിയ സന്തോഷം. കാരണം നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ എൻ്റെ ഒരു ഔട്ട് വരുന്നതല്ല, ഇത് എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയാവുന്നു ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് സെൻസിറ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ടും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ആ എൻഡിങ് ഒക്കെ കുറച്ച് ഹെവിനെസ് തോന്നുന്ന സാധനമാണ്. അപ്പോൾ അത് ആളുകൾ ആ രീതിയിൽ സ്വീകരിക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം വരും. നമുക്ക് എല്ലാം ഗ്രേ ഷെയ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരെണ്ണം തരാൻ തോന്നുന്നു പറയുന്നതാണ് നമ്മുടെ സന്തോഷം. അത് അങ്ങനെയാണല്ലോ ക്യാരക്ടർ വർക്ക് ആയെന്ന്. അല്ല, എൻ്റെ അടുത്തും അനുവിൻ്റെ അടുത്തൊക്കെ ഇതിന്റെ ഡയറക്ടർ റൈറ്ററും ഒക്കെ ചോദിച്ചു ഇത് ചെയ്യാൻ എന്തെങ്കിലും മടിയുണ്ടോ? കാരണം നമ്മളൊരു ഇമേജിനെ ബാധിക്കും. ഞാൻ ബേസിക് അങ്ങനെ ഞങ്ങൾ ആരും അങ്ങനെ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ആക്ടേഴ്സ് അല്ല. സ്ക്രീൻ ഇമേജ് വേറെ, നമ്മുടെ ക്യാരക്ടർ വേറെ, അറിയാവുന്നവർക്ക് അറിയാം. അപ്പം അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ ഒരു കോണ്ടന്റ് എനിക്ക് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണെന്ന് തോന്നി. അതിലുള്ള സാധനങ്ങൾ അവർ അഡ്രസ്സ് ചെയ്യുന്നൊരു പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് എല്ലാ രീതിയിലുള്ള സിനിമകളും വരണമല്ലോ. അതാ ഇപ്പം ഇറങ്ങിപ്പോകുന്ന ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ല്, എന്തോ സംഭവിക്കാൻ പോകുന്നതിന് ഇതുണ്ട്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാൽ ഒരു ഹെവിനെസ് ആണ്, ഒരു ഈറി ഫീലാണ്. അത് തന്നെയാണ് അവർ എക്സ്പെക്ട് ചെയ്തത്. അല്ല, ഇതിന് മുമ്പ് ചെയ്തേക്കുന്ന ക്യാരക്ടേഴ്സിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തില്ലേ? ഇപ്പം എൻ്റെ ഫിനിക്സ് ആണല്ലോ കുറച്ചുകൂടി അക്സെപ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ സിനിമ. അപ്പം അതിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള അതിനകത്ത് ചെറിയ ഒരു അബദ്ധം അയാൾ കാണിക്കുന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ സ്വീറ്റ് ആണ്. ചുരുക്കാൻ പറഞ്ഞ അബദ്ധങ്ങൾ ഒരു വൃത്തികെട്ട ഒരു കോഴിയുമല്ല, എന്തായാലും പേര് പറയട്ടെ അറിഞ്ഞുകൂടാ, വാക്ക് കണ്ടുപിടിക്കുന്നു. അല്ല, ഇദ്ദേഹം ചെയ്ത ക്യാരക്ടറും വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. കാരണം ആ ഒരു റൊമാൻറ്റിക് ഫീൽ ആണെങ്കിൽ പോലും ഒരു ഫ്രണ്ടിന് വേണ്ട ഒരു സപ്പോർട്ടും ഒക്കെ അത് കാണുമ്പോൾ ഒരു ഫ്രണ്ട് വേണമെന്ന് തോന്നി. ഇതുപോലെ ഒരെണ്ണം വേണ്ടെന്ന് തോന്നി, ഇതുപോലെ ഒരെണ്ണം വേണമെന്ന് തോന്നി. പക്ഷെ ലാസ്റ്റ് എന്തിനാ അങ്ങനെ ചെയ്തത്? അത് സാഹചര്യങ്ങളാണല്ലോ. ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇനിയും നല്ല നല്ല മൂവീസ് ഇതുപോലെ ഇറങ്ങട്ടെ. ഓക്കെ, അപ്പൊ താങ്ക് യു.